പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടൂർ കയറംകോട് സ്വദേശി അലൻ ജോസഫിന്റെ സംസ്കാരം ഇന്നാണ് ഉച്ചയ്ക്ക് 1-ന് മൈലംപുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് രാവിലെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് തത്സമയം. സച്ചിൻ, ഇന്നാണ് സംസ്കാര നടപടികളൊക്കെ, വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചോ? 8:00 കൂടി മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനിഷ, ഇന്നലെയാണ് അലന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് പൂർത്തീകരിച്ചതിന് ശേഷം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇന്ന് രാവിലെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും 8:30 മൃതദേഹം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അലന്റെ മുണ്ടൂർ കറയങ്കോട്ടെ വീട്ടിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അലന്റെ സംസ്കാരം നടക്കുക. മൈലാങ്ങംപള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതായത് അലന്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഈ നിൽക്കുന്ന അലന്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഈ നാട്ടുകാരെയും അതേപോലെ തന്നെ ബന്ധുക്കളെയൊക്കെ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ മേഖലയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള കാട്ടാനകളുടെ ശല്യം ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാരടക്കം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ തന്നെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥ വനംവകുപ്പിന്റെ അടക്കം ഭാഗമായി കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അലന്റെ കുടുംബത്തിന് കൈമാറിയിരുന്നു. അതേപോലെ തന്നെ അലനൊപ്പം കാട്ടാന ആക്രമണത്തിൽ അമ്മ വിജിക്കും പരിക്കേറ്റിരുന്നു. അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ ചികിത്സക്ക് വേണ്ട ആദ്യഘട്ട തുക എന്ന രീതിയിൽ 1 ലക്ഷം രൂപയും ഇന്നലെ വൈകിട്ട് MLA കൈമാറിയിട്ടുണ്ട്. ആകെ 6 ലക്ഷം രൂപയാണ് ഇപ്പോൾ അലന്റെ കുടുംബത്തിന് മലമ്പുഴ MLA A പ്രഭാകരന്റെ നേതൃത്വത്തിലെത്തി കൈമാറിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിൽ തന്നെയാണ് നാടും അതേപോലെ തന്നെ അലന്റെ ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ. കാരണം വീട്ടിലേക്ക് വൈകിട്ട് തിരിച്ച് 7 മണിയോടുകൂടെ ഈ വീട്ടിലേക്ക് തിരികെ വരുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി അലൻ കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള പരിക്കാണ് അലന്റെ അമ്മ വിജിക്കും ഏറ്റിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു ദുഃഖത്തിൽ തന്നെയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം CPIMന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ചൊക്കെ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വന നിയമം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു CPIMന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കാരണം വന്യമൃഗങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം മനുഷ്യജീവന് നൽകുന്നില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു CPIMന്റെ അടക്കം നേതൃത്വത്തിൽ മാർച്ച് ഉണ്ടായിട്ടുള്ളത്. നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ കാട്ടാനാക്രമണം. വിനിഷ, സച്ചിൻ, അവരുടെ അമ്മയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നല്ലോ. ആശാവഹമായ ഒരു പുരോഗതി അല്ലേ അവരുടെ ആരോഗ്യനിലയിലുള്ളത്? തീർച്ചയായും വിൻഷ, അമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് ചിലപ്പോൾ ഈ അലനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അമ്മയെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്ന ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. കാരണം ബന്ധുക്കളടക്കമുള്ള ആളുകൾ അമ്മയ്ക്കൊപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അമ്മയുടെ ആരോഗ്യ പുരോഗതികളൊക്കെ വിലയിരുത്തിയ ശേഷമായിരിക്കും, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് മകനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ പാലക്കാട് മുണ്ടൂരിലെ കയറങ്കോട്ടെ കണ്ണാടൻ ചോലയിലെ വീട്ടിലേക്ക് എത്തിക്കുക. ഈ വീട് അടക്കം വനമേഖലയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് ഇവരുടെ വീട്. അതിനാൽ തന്നെ വലിയ രീതിയിൽ വന്യമൃഗശല്യവും ഈ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട്. വനംവകുപ്പും അതേപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. എന്നാൽ ശക്തമായ മഴയെ തുടർന്ന് ഇത്തരത്തിലൊരു കാട്ടാനകൾ ഈ വീടിന് പരിസരത്തുള്ള വിവരം അലനും അമ്മ വിജിക്കും അറിയില്ലായിരുന്നു. വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. അച്ഛനും ഒരു സഹോദരിയുമാണ് അലനുള്ളത്. സഹോദരിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയതാണ്. സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ബന്ധുക്കളടക്കം പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അലനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അലൻ്റെ ബന്ധുക്കളും അതേപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ തന്നെ ജനപ്രതിനിധികളും അതേപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളൊക്കെ അലൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെയായി ആശുപത്രിയിലും എത്തിയിരുന്നു. ഇന്ന് 12 മണിയോടുകൂടിയാണ് അലൻ്റെ സംസ്കാരം നടക്കുക. അലൻ്റെ അമ്മയെ അവസാനമായി അലനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വീട്ടിലെത്തിക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിനിഷ.
ശരി, സച്ചിൻ വള്ളിക്കാടാണ് മുണ്ടൂരിലെ അലന്റെ വീട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.